ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധവിശ്വാസം തലയിൽ കയറി ഞെക്കി ഭ്രാന്തായതാണോ അതോ സത്യത്തിൽ ആരെങ്കിലും ചാനൽ നശിക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ കിട്ടുന്നുണ്ട് കേട്ടോ. വേറൊന്നല്ല, ഇപ്പോൾ ഒരുപാട് പ്രാവശ്യങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ കൂടോത്രം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്. എൻ്റെ തലയ്ക്ക് എന്തോ മെൻ്റലി ഒരു പ്രോബ്ലം ഉണ്ട്, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്താ പറയുക പറഞ്ഞു തരുന്നത്, ഞാനൊരു മുട്ട ഓംലേറ്റ് ഉണ്ടാക്കണം മുഴുവൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയത്ത് ആ വീഡിയോ ഇതിൽ കാണില്ല. ഒരുപാട് മുന്നെടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത്. ഓൺ സ്പോട്ടിൽ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അത് കാണും. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലിപ്പിങ്സ് ഇല്ലെങ്കിലും എന്താണ് ഈ ഒരു മുട്ട ഓംലേറ്റിൽ ചേർത്തിട്ടുള്ളതെന്ന് ഞങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ട ഓംലേറ്റ് ഹെൽത്തിയാണ്, ഒപ്പം തന്നെ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള എന്തൊക്കെയാ വെച്ചാൽ 2 മുട്ടയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അതിക്ക് ഒരു പിടി കാബേജ്, ഒരു പിടി മീൻസ് ചെറിയൊരു പിടി കാബേജ്, പിന്നെ അതേപോലെ തന്നെ ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 വറ്റൽമുളക്, പിന്നെ മല്ലിച്ചപ്പ് അരിഞ്ഞത്. ഇത്രയും കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മല്ലിച്ചപ്പ് മാത്രമേ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം കൂടെ മിക്സീൻ്റെ ചാറിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടെ അതിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട്, ഒരു നുള്ളു ഉപ്പല്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഓംലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഹെൽത്തിയാണ്, അതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. കുരുമുളക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ, അതിടാൻ മറക്കരുതേ. അപ്പോൾ ഇത് പൊട്ടാതെ ഞാൻ മറച്ചിടാൻ വലിയൊരു ടാസ്ക്കാണ്. എന്തായാലും ഞാൻ വിജയകരമായിട്ട് പൊട്ടാതെ മറച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. മക്കൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാതെ അവർക്ക് വയറ്റിലെത്തിക്കോളൂ കേട്ടോ. മക്കൾക്ക് നല്ല ഇഷ്ടമായി ഇവിടെ. അപ്പോൾ എല്ലാവരും കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.